നമ്മുടെ ഈ കാലഘട്ടത്തിൽ കർഷകരെ മക്കളെ പോലും കർഷകരാക്കാൻ ആഗ്രഹിക്കാത്ത സമയത്ത് ഞാൻ ജോലിയും കളഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഒരു കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യായിരുന്നു. ജോലിയും കളഞ്ഞിട്ട് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ലേബേഴ്സിൻ്റെ അമിതമായ കൂലിയാണ് നമ്മൾ ഡെയിലി വേജസ് എടുക്കുകയാണെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മന്ത്ലി സാലറി രീതിയിലാക്കി. കർഷകനെ സംബന്ധിച്ച് തുടക്കം എനിക്ക് ഭയങ്കര കൈപ്പുള്ള അനുഭവങ്ങളായിരുന്നു. ഇത് എൻ്റെ മോൻ ആരവാണ്. ആരവും ഒരു കുട്ടി കർഷകനാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ എൻ്റെ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ജനിക്കുന്ന പോലെ കാണുന്നത് എൻ്റെ കൃഷി കാണുന്നുണ്ട്. അപ്പം അങ്ങനെ കൃഷിയുടെ ചെറിയൊരു ടേസ്റ്റ് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ കഠിനംകുളം കൃഷിഭവൻ്റെ കുട്ടി കർഷകന് ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. മണലിനെ സംബന്ധിച്ച് മണലിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം നിൽക്കത്തില്ല. പിന്നെ നമുക്ക് ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളക്കെട്ടില്ല. എത്ര വലിയ മഴ പെയ്താലും വെള്ളം വാർന്നു പോകും. ഇത് ഫലപുഷ്ട ഇല്ലാത്ത മണ്ണാണ്. നമ്മുടെ കടപ്പുറത്തൊന്നും സാധാരണ ഇതുവരെ ഫോറസ്റ്റൊന്നും കാടുകളൊന്നും ആരും കണ്ടിട്ടില്ല. അതിന് മെയിൻ കാരണം അതിൽ മൂലകങ്ങളില്ല. എനിക്കിപ്പോൾ ഈ കോളേജിനകത്ത് ഏകദേശം 95 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ 22 ഏക്കേഴ്സ് ലാൻഡ് ഞാൻ ലീസിനെടുത്തിരിക്കുകയാണ്. ഞാൻ പല മണ്ണിലും കൃഷി ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത് സാൻഡി സോയിലാണ്, മണലാണ്. ഇതെന്ന് പറയുന്നത് ഇസ്രയേൽ മോഡലാണ്. ഇസ്രയേൽ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, കൃത്യത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇസ്രയേലിലെ എംബസിയിലെ അറ്റാഷ യാസിർ എന്നൊരു സാറുണ്ട്. പുള്ളി നമ്മുടെ ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിക്കിം മിനിസ്റ്റർ ലോക്നാഥ് ശർമ്മ സാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളെല്ലാവരും സാധാരണ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഈ മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ എൻ്റെ സപ്പോർട്ട് എൻ്റെ വൈഫാണ്. ചോരിമണലാണ് നമ്മുടെ തുമ്പ ഭാഗത്ത് ചോരിമണലാണ്. ഇവിടെ നമ്മൾ അടിവളം ആവശ്യം പോലെ ചേർത്തിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ ഹൈടെക് മോഡലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഞാൻ ഈ കോളേജ് ക്യാമ്പസിനാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോളേജോട് ഞാനൊരു MOU സൈൻ ചെയ്തു. അതുപ്രകാരം കോളേജിലെ സ്റ്റുഡൻസ് 1:45 വരെ കോളേജുള്ളൂ. ഇപ്പോൾ 2:30 മുതൽ 3:30 വരെ, 3:30, 4:30, 5:30 അങ്ങനെ ഒരു 3 മണിക്കൂർ നമ്മളെ കൂടെ കൃഷി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനവർക്ക് സ്റ്റൈപ്പൻഡും കൊടുക്കുന്നുണ്ട്, മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ കൃഷിക്കാരനെ നല്ലൊരു പ്രൊഫഷണൽ ആരും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് നിനക്ക് നിൻ്റെ റെസ്യൂം അയച്ചു തരൂ, നമുക്ക് ജോലി വാങ്ങിച്ചു തരാമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ വളരെ വളരെ പുഞ്ചിരിച്ച് ഫേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകനുള്ള 2023 അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഹരിതമിത്ര അവാർഡ്. നമസ്കാരം, എൻ്റെ പേര് സുജിത് SV. കർഷകനാണ്. സ്വദേശം തുമ്പ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയിൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ക്യാമ്പസിനകത്തും ചാന്നാങ്കർ എന്ന സ്ഥലത്തും ഏകദേശം 40 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്യുവാണ്. ഞങ്ങൾ ഈ ഭാഗത്ത് കണ്ടിന്യൂസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ റിലേ മെത്തേഡാണ് കൃഷി ചെയ്യുന്നത്. അപ്പം അടിവളമായിട്ട് നമ്മൾ ചകിരിച്ചോറ്, കോഴിക്കാരം, ചാണകം, ആട്ടിൻകാഷ്ടം, വെർമി കമ്പോസ്റ്റ് ഇതെല്ലാം വെച്ചിട്ട് അപ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മൾ സേഫ്റ്റി ഇട്ട് എന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണ്. ഞാൻ യാത്ര തുടങ്ങിയത് ഏകദേശം ഒരു 8 വർഷമായി. അപ്പോൾ തുടക്കത്തിൽ ഞാൻ വിഷരഹിതമായ പച്ചക്കറി എന്ന രീതിയിൽ നമ്മൾ പ്രൊക്യൂർമെൻറ്റാണ് ചെയ്തത്. ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്തു. പക്ഷെ അത് നമുക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഫാമിംഗ്. ഫാമേഴ്സിന് നമ്മൾ എല്ലാ ഇൻപുട്സും കൊടുത്തിട്ട് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ അത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് സക്സസ് ആയില്ല. പിന്നെ മൂന്നാമത് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫാമേഴ്സിൻ്റെ ആ സ്ഥലം ലീസിനെടുത്തിട്ട് പാറശാലം നെയ്യാറ്റിൻകര ബ്ലോക്കിൽ നമ്മൾ ഏകദേശം 3 ഏക്കർ സ്ഥലം നമ്മൾ ലീസിനെടുത്തിട്ട് നമ്മൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് എന്തൊക്കെ പരാജയം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ നോക്കിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് ഫാം മെക്കനൈസേഷനാണ്. അത് നമ്മൾ ടില്ലർ, ട്രാക്ടർ എല്ലാം ഉപയോഗിച്ചു, ബ്രഷ് കട്ടർ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫാം മെക്കനൈസേഷൻ ചെയ്തു. അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെ അമിതമായ കൂലിയാണ് നമ്മൾ ഡെയിലി വേജസ് എടുക്കുകയാണെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മന്ത്ലി സാലറി രീതിയിലാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ തുടങ്ങിയാണ് യാത്ര. പിന്നെ അതിനുശേഷം നമ്മൾ കൊല്ലം, നമ്മുടെ വെട്ടുതുറ ഭാഗങ്ങളെല്ലാം കൃഷി ചെയ്തു. അപ്പം കർഷകനെ സംബന്ധിച്ച് തുടക്കം എനിക്ക് ഭയങ്കര കൈപ്പുള്ള അനുഭവങ്ങളായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാലവും ശരിയായിട്ട് വന്നില്ല. പലരുടെ നമ്മൾ കൂട്ടുകൂടി പല പാഠങ്ങളും പഠിക്കേണ്ടി വന്നു. ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കർഷകരെ മക്കളെ പോലും കർഷകരാക്കാൻ ആഗ്രഹിക്കാത്ത സമയത്ത് ഞാൻ ജോലിയും കളഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഒരു കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ ജോലിയും കളഞ്ഞിട്ട് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്.
ഇറങ്ങാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, 2005 ഞാൻ ഹിന്ദുജ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആഗ്രഹം പോലെ നമ്മൾ ഫസ്റ്റ് മന്ത് നമ്മൾ സാലറിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സാലറിക്ക് മുമ്പ് കിട്ടിയത് റീഇംബേഴ്സ്മെൻ്റ് ആണ്. അതിന് റീസൺ എന്ന് പറയുന്നത് ഫുഡ് പോയ്സണായി. ഇത് എൻ്റെ മോൻ ആരവാണ്. ആരവും ഒരു കുട്ടി കർഷകനാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ എൻ്റെ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി അവൻ ജനിക്കുന്ന പോലെ കാണുന്നത് എൻ്റെ കൃഷി കാണുന്നുണ്ട്. അപ്പം അങ്ങനെ കൃഷിയുടെ ചെറിയൊരു ടേസ്റ്റ് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ കഠിനംകുളം കൃഷിഭവൻ്റെ കുട്ടി കർഷകന് ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ആ സമയത്ത് കഠിനംകുളം കൃഷിഭവന് ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ യാദൃച്ഛികമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാർഷിക മേഖലയ്ക്ക് വന്നപ്പോൾ കിട്ടിയ വലിയ അംഗീകാരങ്ങളാണത്. അപ്പോൾ അങ്ങനെ ഞാൻ 2005 ഹിന്ദുജ ഗ്രൂപ്പിൽ ഫുഡ് പോയ്സണായിട്ട് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിച്ചത് മുതൽ ഞാൻ ഈ ആഹാരത്തിനെ കുറിച്ചും നമ്മുടെ ഫുഡിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നാൾ ഞാൻ ഓഫീസിൽ ഒരു ഏകദേശം 12 വർഷത്തോളം നമ്മൾ കഞ്ഞിയാണ് കൊണ്ടുപോയത്. നമ്മുടെ നാട്ടിലാണ് കഞ്ഞിക്ക് വിലയില്ലാത്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പല കൃഷി സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി. 2011 കഴിഞ്ഞപ്പോൾ എൻ്റെ നമ്മുടെ എൻ്റെ നീസ്, എൻ്റെ ചേട്ടൻ്റെ മോൾക്ക് ലുക്കീമിയ ആയിരുന്നു. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പോൾ അവരോട് കുറച്ച് നാൾ എനിക്ക് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അത് ജീവിതത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചും വളരെയധികം എന്നെ ചിന്തിപ്പിക്കാൻ കാരണമായി. അങ്ങനെയാണ് ഞാൻ ജോലി ഉപയോഗിച്ചിട്ട് മുഴുവൻ കർഷകനായിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 പരാജയം കിട്ടി. പിന്നെ ഞാൻ ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് തുടങ്ങി. ഫസ്റ്റ് പാറശാല ബ്ലോക്കിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കൊല്ലത്തെ ഒരു NRI ആയിട്ട് നമ്മൾ ജോയിൻ വെഞ്ചറായിട്ട് ചെയ്തു. പിന്നെ നമ്മളിടയ്ക്ക് വെട്ടുതുറ ഭാഗത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്ക് ഒരു ഫാം ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ വരുമായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും പറയുന്നത് എല്ലാവർക്കും പരാജയങ്ങളും പല കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ എനിക്കും അങ്ങനെ കുറേ കൈപ്പേറിയ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സ്വന്തമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് എന്നതിൽ ഇത് ചൊരിമണലാണ്, നമ്മുടെ തുമ്പ ഭാഗത്ത് ചൊരിമണലാണ്. ഇവിടെ നമ്മൾ അടിവളം ആവശ്യം പോലെ ചേർത്തിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ ഹൈടെക് മോഡലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 40ഓളം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട് പോലെ കൂൾ വെജിറ്റബിൾ, ചൈനീസ് ക്യാബേജ് ഉൾപ്പെടെയുള്ളവ നമ്മൾ ഈ സീസണിലാണ്, നമ്മൾ ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ സമയത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പിന്നെ തണ്ണിമത്തം എപ്പോഴും കൃഷി ചെയ്യാറുണ്ട്. പപ്പായ, ഷമാം ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ സ്ഥിരം പണിക്കാരുണ്ട്. ഞാൻ ഈ കോളേജ് ക്യാമ്പസിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോളേജോട് ഞാനൊരു MOU സൈൻ ചെയ്തു. അത് പ്രകാരം കോളേജിലെ സ്റ്റുഡൻസ് 1:45 വരെ കോളേജുള്ളൂ. അപ്പോൾ 2:30 മുതൽ 3:30 വരെ, 3:30, 4:30, 5:30 അങ്ങനെ ഒരു 3 മണിക്കൂർ നമ്മളെ കൂടെ കൃഷി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്, മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ട്. അപ്പം പുതുതലമുറയെ നമ്മൾ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൂടാണിത്. അതായത് നമ്മുടെ പുതുതലമുറയ്ക്ക് കാർഷിക മേഖല എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം. നമ്മുടെ സമൂഹത്തിൽ കൃഷിക്കാരനെ നല്ലൊരു പ്രൊഫഷണൽ ആരും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് നിനക്ക് നിൻ്റെ റെസ്യൂം അയച്ചു തരൂ, നമുക്ക് ജോലി വാങ്ങിച്ചു തരാമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ വളരെ പുഞ്ചിരിച്ച് ഫേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകനുള്ള 2023 അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഹരിതമിത്ര അവാർഡ്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോൾ എന്നെ തുടക്കത്തിൽ തള്ളി പറഞ്ഞ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ലൊരു അനുഭവമാണ്. അപ്പോൾ കാർഷിക മേഖല എന്ന് പറയുന്നത് വളരെയധികം സാധ്യതകൾ ഉള്ള ഒരു വലിയ മേഖലയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംരംഭങ്ങൾ പലരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി തൊഴിൽ സാധ്യതകൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അപ്പം ആരോഗ്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അവരുടെ ആരോഗ്യം വളരെ പ്രധാനമുള്ളതാണ്. അപ്പം കാർഷിക മേഖലയിലെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ സമൂഹം അംഗീകരിച്ച് അതിൽ കൂടുതൽ സംരംഭങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കുള്ള ഭക്ഷ്യക്ഷാമവും നമ്മുടെ അന്യ സംസ്ഥാനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വളരെയധികം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കാർഷിക മേഖല വളരെയധികം അവസരങ്ങൾ തരുന്നു. ഈ
ഈ മണൽ പ്രദേശത്ത് കൃഷി ചെയ്യുമ്പോൾ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് പറയാം? മണലിനെ സംബന്ധിച്ച് മണലിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ തൊട്ടടുത്തുള്ള കയറുപുരി യൂണിറ്റ് ഉണ്ട്, അവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇറിഗേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയല്ല, നമ്മൾ ഇടപെട്ട് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ മോയ്സ്ചർ സെൻസർ ഉണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളക്കെട്ടില്ല, എത്ര വലിയ മഴ പെയ്താലും വെള്ളം വാർന്നു പോകും, അങ്ങനൊരു ഇതുണ്ട്. പിന്നെ ഇത് ഫലപുഷ്ട ഇല്ലാത്ത മണ്ണാണ്. നമ്മുടെ കടപ്പുറത്തൊന്നും സാധാരണ ഇതുവരെ ഫോറസ്റ്റൊന്നും കാടുകളൊന്നും ആരും കണ്ടിട്ടില്ല. കാര്യം അതിന് മെയിൻ കാരണം അതിൽ മൂലകങ്ങളില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് വെള്ളാനി കർഷക കോളേജ് ചെയ്തിട്ട് അതിൻ്റെ റെക്കമെൻഡേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വളങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫെർട്ടിഗേഷൻ ചെയ്യുന്നുണ്ട്, വാട്ടർ സോൾബിൾ ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ണിന് ചൂട് കൂടുതലായിരിക്കില്ലേ? അതെ, മണലിൽ ചൂടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മൾച്ചിങ് ഫിലിം ഇടുന്നുണ്ട്. ഒരു പരിധി വരെ കുറച്ച് ഈർപ്പം നിലനിൽക്കാൻ സഹായകരമാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഇറിഗേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ത്രൂ ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും പ്രതിസന്ധി നേരിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ മറ്റൊരു സ്ഥലം നമ്മൾ പാട്ടത്തിനടുത്ത് ചെയ്യുകയാണെങ്കിൽ? അല്ല, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ലാർജ് സ്കെയിൽ ലാൻഡ് കിട്ടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ ഈ കോളേജിനകത്ത് ഏകദേശം 95 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ 22 ഏക്കേഴ്സ് ലാൻഡ് ഞാൻ ലീസിനെടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഇതൊരു സെക്യൂർഡ് ലാൻഡാണ്. പിന്നെ ഞാൻ പല മണ്ണിലും കൃഷി ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത് സാൻഡി സോയിലാണ്, മണലാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് കൃഷി ചെയ്യാനായിട്ടും നമുക്ക് മൾച്ചിങ് ഫിലിമിട്ട് കൃഷി ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത് സാൻഡി സോയിലാണ്. കേരളത്തിൽ കൃഷി ലാഭകരമല്ല എന്ന് പറയുന്നത് ജോലിക്കാരെ കിട്ടാനില്ല, പിന്നെ ഉയർന്ന ജോലിക്കൂലി, അതുകൊണ്ടാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചത്. അല്ല, ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ രീതി എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവ് കുറഞ്ഞിട്ടുള്ള കൃഷിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇൻപുട്സ് എല്ലാം നമ്മൾ ലോക്കൽ പ്രൊക്യൂർമെൻറ്റാണ് ചെയ്യുന്നത്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളി പറയുമ്പം നമ്മുടെ മലയാളികൾ ഈ വേർത്ത് പാടത്തും പണിയെടുക്കുന്നത് വേറൊരു തലമുറയാണ്. പുതുതലമുറയൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ എനിക്കിപ്പോൾ കൃഷി ചെയ്യുന്ന ഏകദേശം 40 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. പക്ഷെ അവർക്ക് അവരുടെ രീതിയിൽ നമ്മളൊരു പ്രൊഫഷണലിസം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് നല്ല യൂണിഫോം, ഷെൽട്ടർ, ഫുഡ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ കൂടെ നിർത്തിയിരിക്കുന്നത്. കൃഷി ഒരു ഉപജീവനം എന്നതിലുപരി ഒരു ബിസിനസ് മോഡലാക്കി അതെങ്ങനെ മാറ്റാൻ പറ്റും? ഓക്കെ, ബിസിനസ് മോഡലായിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ്. നമുക്ക് എത്ര ചെടി നടണം, അതായത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന കൃത്യത കൃഷിയാണ്. നമ്മൾ 1-2 വിളകളല്ല ചെയ്യുന്നത്. നമ്മൾ ഡെയിലി നമ്മളൊരു 30 മേലെ പച്ചക്കറികൾ, 30 വെറൈറ്റി പച്ചക്കറികൾ നമ്മൾ ഡെയിലി ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഉൽപ്പാദനക്ഷമത നമ്മളെപ്പോഴും നോക്കുന്നുണ്ട്. ചിലവ് കുറച്ചിട്ടുള്ള ഉൽപ്പാദനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബിസിനസ് മോഡലായിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കഴിയുന്നോ നമ്മൾ ഇതിനകത്ത് പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ ഈ മണ്ണ് ചൂസ് ചെയ്യുമ്പം മറ്റ് മണ്ണിനെക്കാട്ടിയും കീടങ്ങൾ ആക്രമിക്കാനുള്ള ചാൻസ് കുറവാണോ കൂടുതലാണോ? കീടങ്ങളെ ആക്രമണമെന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ സോയിൽ ഒരു പരിധിവരെ കാരണമാണ്. പക്ഷേ എങ്കിലും നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്ത് മെയിൻ റീസണാണ്. നമ്മൾ ഹെൽത്തി പ്ലാന്റാണ്, അത്യാവശ്യം കുഴപ്പമില്ല. എങ്കിൽ നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ട്, അസുഖങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ന്യൂട്രീഷൻ ബാലൻസ് പക്കയായിട്ട് നമ്മൾ നോക്കാറുണ്ട്. കഴിയുന്നതും ഹെൽത്തി ആയിട്ടുള്ള ക്രോപ്പാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ വരുമ്പോൾ നമുക്കങ്ങനെ പ്രശ്നം വരുന്നില്ല. നമ്മൾ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന രീതിയിൽ നമ്മൾ കീടങ്ങളെ മാക്സിമം നമ്മൾ ഇവിടുന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ മേരിഗോൾഡ്, മെയ്സ്, ചോളം നമ്മൾ വയ്ക്കാറുണ്ട്. അതുപോലെ അതെല്ലാ ബോർഡേഴ്സിലും വയ്ക്കുന്നതോടെ കുറേ കീടങ്ങൾ നമ്മൾ പിടിച്ചു മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ യെല്ലോ സ്റ്റിക്കേഴ്സ്, ബ്ലൂ സ്റ്റിക്കേഴ്സ്, ഫെർമോൺ ട്രാപ്പ്, സോളാർ ട്രാപ്പ് ഇങ്ങനെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കീടങ്ങൾ, അതായത് നമ്മുടെ കീടങ്ങൾ ആക്രമണം ഉണ്ടായി നമ്മൾ എന്തെങ്കിലും കേടായ പച്ചക്കറി ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫീൽഡിൽ നിന്ന് മാറ്റുക ചെയ്യുന്നത്. മണ്ണിൽ വീഴാനുള്ള അവസരം ഉണ്ടാക്കുന്നില്ല. ഇതെന്ന് പറയുന്നത് ഇസ്രയേൽ മോഡലാണ്. ഇസ്രയേൽ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, കൃത്യത കൃഷി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും, നമുക്ക് എത്ര ചെടി നടന്നു, എത്ര വെള്ളം വേണം, എത്ര വളം വേണം, എല്ലാത്തിനും കണക്കുണ്ട്. എത്ര ഈൽഡിങ് കിട്ടുന്നു എല്ലാം കണക്കുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇസ്രയേലിലെ എംബസിയിലെ അറ്റാഷ യാസിർ എന്നൊരു സാറുണ്ട്. പുള്ളി നമ്മുടെ ഫാർമസിറ്റി ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിക്കിം മിനിസ്റ്റർ ലോക്നാഥ് ശർമ്മ സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പുതിയ ആൾക്കാർ വരുന്നതുകൊണ്ട് നമുക്ക് പുതിയ ടെക്നോളജിയും കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ട അവസരം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് ജോലിയിൽ നിന്നും കൃഷിയിലേക്ക് എത്തി ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കർഷകൻ എന്ന രീതിയിൽ എനിക്ക് ഒത്തിരി ബഹുമതികളും അംഗീകാരങ്ങളും കിട്ടുന്നുണ്ട്.
അപ്പം ഞാൻ മറ്റുള്ള ജോലി വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുന്ന പറഞ്ഞാൽ വലിയൊരു ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ത്യാഗം പോലത്തെ ഒരു ജോലിയാണ്. അപ്പം അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി. നമ്മൾ സാധാരണ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളെല്ലാവരും സാധാരണ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഈ മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വൈഫാണ്. പേര് സുജിത KS, IT പ്രൊഫഷണലാണ്. അപ്പോൾ കാർഷിക മേഖലയിലേക്ക് ഞാൻ തിരിയുമ്പം എൻ്റെ കാര്യങ്ങളെന്താ, എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പല പ്രതിസന്ധികളിൽ വീട്ടുകാർ പലരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നത് വൈഫാണ്. ഇപ്പം തന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ ഞാൻ ഫാമും എൻ്റെ വീടും തമ്മിൽ 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ഫാമിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് മാറാമെന്ന് പറഞ്ഞു. പക്ഷേ വളരെ സന്തോഷം എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി ഇപ്പോൾ സെപ്പറേറ്റാണ് താമസിക്കുന്നത്. അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ കർഷകൻ എന്ന രീതിയിൽ ഞാൻ ഈ രീതിയിൽ മാറി നിൽക്കുന്നത്.